ശരി, അവനുണർന്നില്ലേ? ലേറ്റ് എഴുന്നേറ്റിട്ടില്ല. ഇനി ഉണർന്ന് വന്ന് അത് നമ്മൾ വരും. അമ്പലത്തിൽ പോയിട്ട് വന്നാലും അപ്പുറത്തുകാർക്ക് കൈനീട്ടൊന്നും കൊടുക്കണ്ടേ? ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയി വന്നിട്ട് കൊടുത്താൽ പോരെ? അവരെഴുന്നേറ്റിട്ടുണ്ടാവില്ല. ഓ, എന്നാ ഇനി പിന്നെ വന്നിട്ട് കൊടുക്കാം. വെളുപ്പം കാലത്തെ വിളിച്ചോണ്ടെത്തണ്ട നമുക്ക് പോയിട്ട്. ഞാനേ ഒന്ന് റെഡി ആയിട്ട് വരും. കൊണ്ടോ ആ അളിയാ ടീച്ചേഴ്സാ. ഓ ഹാപ്പി വിഷു. ഓ നമുക്ക് അത്ര വലിയ ഹാപ്പി ഒന്നുമില്ല. അതെന്തളിയാ? അല്ല, ചിലവന്മാരുടെ ഹാപ്പിയൊക്കെ പെട്ടെന്ന് കെട്ടു പോകുമല്ലോ എന്ന് ഓർക്കുമ്പോഴേ. അതെന്തോന്ന് കേട്ട് പോണേ? അല്ല നീ വിഷമിക്കാതെ 5-6 പടക്കം തരാം. ടപ്പേന്ന് പൊട്ടിച്ച് 2 ബന്ധന്മാരുണ്ടല്ലോ, പൊട്ടിച്ച് കളി. വേണ്ട വേണ്ട, എന്റെ പ്രായം അതൊക്കെ പൊട്ടിച്ച് കളിക്കാനുള്ള പ്രായമല്ല. നീ ഹാപ്പി ആണല്ലോ അല്ലേ? പിന്നാലെയാ അതറിയാം, വളരെ ഹാപ്പി അല്ലേ? ആയിക്കോട്ടെ. നീ ക്ഷേത്രത്തിൽ പറഞ്ഞോ, പോവാ വാ. ഇല്ല, കർത്താവ് എന്റെ കൂടെ ഉണ്ടല്ലോ. എടാ കർത്താവ് കൃഷ്ണനല്ല ഒന്നല്ലേ? വേണ്ട, തൽക്കാലം എനിക്കിപ്പോ ഞാൻ സന്തോഷമാണ്. നമുക്ക് ഈ ഓണം, വിഷു, ക്രിസ്മസ്, ബക്രീദ് ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് അടിച്ച് ആഘോഷിക്കാന്നേ. വേണ്ട, എന്ത് തൽക്കാലം വേണ്ട, അതാണ് ഇപ്പൊ എനിക്ക് നല്ലത്. ആ, ഞങ്ങൾ ഇവിടെ ഒതുങ്ങി കൂടിക്കോളാം. ആണോ? പറയണം കേട്ടോ. ഓ പിന്നെന്താ പിന്നെന്താ പിന്നെ അല്ല, ഇതെന്താ സംഭവം? ഇത് നമ്മുടെ ക്ഷേത്രത്തിൽ വിഷു അല്ലേ, പൊട്ടിക്കാൻ വേണ്ടി കുറച്ച് പടക്കം. ഇതുകൊണ്ട് എന്തോരമുണ്ട്? അത്രയും കൂടെ ഉള്ളൂ. സാറേ നമസ്കാരം. ആ നമസ്കാരം. എന്ത് സാറേ? അല്ല, ഫോണിലൊരു ഇൻഫർമേഷൻ കിട്ടി. ഇവിടെ കുറച്ചധികം RDX സൂക്ഷിച്ചിട്ടുണ്ടോ? വീട്ടിൽ ആരെങ്കിലും ആദ്യം സൂക്ഷിച്ചു? അല്ല, അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് അത് പരിശോധിക്കാതെ വിടുന്നത് ശരിയല്ലല്ലോ. വേണം വേണം, ഉറപ്പായിട്ടും നോക്കണം. അത് പിന്നെ സാറേ, ഏതെങ്കിലും അലവള ഇഷ്ടം പോലെ അലവളുണ്ട്. ഫോൺ എടുത്ത് വെച്ചിട്ട് എവിടെയെങ്കിലും വിളിക്കും, എന്തെങ്കിലുമൊക്കെ പറയും. അല്ല, ഇങ്ങനെ ജോലിയാവും മാറും. അല്ല മെമ്പറെ, ഇങ്ങനൊരു വിവരം കിട്ടിയ സ്ഥിതിക്ക് അത് അന്വേഷിക്കാതെ വിട്ടാൽ അത് എൻ്റെ ജോലിയെ തന്നെ ബാധിക്കുന്ന കേസാണ്. അല്ല, അത് എനിക്ക് അപ്പോൾ സാറിന് വീട് നോക്കാം. അതാ ഇത് തുറന്ന് നോക്കണം, ഇതും തുറന്ന് നോക്കണം. ഒന്നും ഒരു കുഴപ്പമില്ല. അല്ല സാറേ, ഈ RDX ഒക്കെ വീട്ടിൽ സൂക്ഷിച്ചാൽ അത് വലിയ കുറ്റമല്ലേ? അതിന് ശിക്ഷ എത്ര നാൾ വരെയൊക്കെ ഉണ്ടാവും? RDX സൂക്ഷിച്ചാൽ വലിയ കുറ്റമാ. ഒരുപാട് നാൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നിനക്കെന്ത് കാര്യം ഇവിടെ? ഞാൻ ചോദിക്കട്ടെ, നീ എന്ത് ഇവിടെ നീ ഇവിടെ വന്നേ? ഞാൻ സാറുമായിട്ടാണ് സംസാരിക്കുന്നത്. അല്ല മെമ്പറെ, നിങ്ങൾ തമ്മിൽ പ്രശ്നം വേണ്ട. ഞങ്ങൾ പെട്ടെന്നൊന്ന് മൊത്തം ഒന്ന് അരിച്ചിട്ട്. ആയിക്കോട്ടെ, അതായിക്കോട്ടെ. അല്ല സാറേ, ഈ പിന്നെ ഇത് നമുക്ക് പൊട്ടിക്കണ ലൈസൻസ് വേണമല്ലോ അല്ലേ? ഈ വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിന് ലൈസൻസും വേണ്ട. പക്ഷെ RDX അത് വേണമല്ലോ. അത് വേണം, അത് വേണം. നല്ലതാ. ഇതൊക്കെ നമ്മളെ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് എല്ലാ വീടുകളിലും കയറി ഇതൊക്കെ പരിശോധിക്കണം സാറേ. അത് ശരിയാണ്, എല്ലാ വീടും നോക്കട്ടെ. വേണം വേണം. ആരാണ്? അല്ല, നമുക്ക് ആദ്യം ഈ വീട്ടിൽ നിന്ന് തുടങ്ങാം. അത് വേണം. ശരി, അപ്പൊ അറിയാലോ. വേണ്ട വന്നല്ലോ. തീവ്രവാദി! എന്റെ സാറേ, ഞങ്ങൾ അറിഞ്ഞില്ലേ ഇങ്ങനെ ഒരു തീവ്രവാദിയാണ് ഇവിടെ താമസിക്കണം എന്നുള്ളത്. മനസ്സിലാവുള്ളൂ. നീ അഭിനയിക്കരുത്. എന്തായത്? അല്ല സാറേ, ഇതെന്താണ്? എനിക്ക് എങ്ങനെ അറിയാം? ഇത് RDX. ഇതാണ് RDX. എന്റെ വീട്ടിൽ എങ്ങനെയാ RDX വരും? അതാണ് ഞങ്ങൾക്ക് മെമ്പർ അറിയാതെ മെമ്പർ വീട്ടില് എങ്ങനെ ഇതെങ്ങനെ? ഞാനും ചോദിക്കും, എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ എങ്ങനെ ഇത് വരും? അതാണ് സംഭവം. ഇത് RDX. ആര് പറഞ്ഞത്? ഇത് RDX ആണല്ലോ. നിനക്ക് എങ്ങനെ അറിയാം? അതുകൊണ്ടാണല്ലോ സാറ് പരിശോധിച്ചു. സാറിന് വിവരം കിട്ടിയത് അതനുസരിച്ചിട്ടല്ലേ കിട്ടിയതല്ല RDX. ഇത് RDX ആണ്. നിനക്ക് എങ്ങനെ അറിയാന്ന്? തർക്കം വേണ്ട. ഞാനിതൊന്ന് അഴിച്ചു നോക്കാവോ? അഴിക്കാനൊന്നുമില്ല, ഇത് RDX തന്നെ. ഇത് അഴിച്ചു നോക്കാം സാറേ, അഴിച്ചു നോക്കണം. അഴിക്കണ്ട, ഇത് RDX ആണ്. അതങ്ങനെ അഴിക്കാതെ എങ്ങനെ മനസ്സിലാവും? ഇത് RDX ആണ്. നിനക്ക് എങ്ങനെ അറിയാടാ? അഴിക്കാതെ മനസ്സിലാവും. ഇത് RDX തന്നെ അല്ല, എനിക്കറിയാം നല്ലതാണ്. ആണ്. RDX ആണ്, RDX ആണ്, RDX ആണ്. എന്റെ വീട്ടിൽ സാർ നിനക്ക് എങ്ങനെ അറിയാം? എന്റെ വീട് RDX തന്നെയാണ്. നിനക്കറിയാം. നിനക്ക് എങ്ങനെ അറിയാം ഇത് RDX ആണെന്ന്?
എന്റെ അമ്മാവിന്റെ പാറക്കോറി ഇത് ഞാനല്ലേ ഇതെടുത്ത് ഇവിടെ കൊണ്ട് വച്ചത്. ആര് പറഞ്ഞിട്ടാ വെച്ചത്? ഈ നിൽക്കുന്ന മെമ്പർ പറഞ്ഞിട്ട് മെമ്പർ പറഞ്ഞിട്ട് ആരോടാ പറഞ്ഞത്? സാറേ കേട്ടല്ലോ, ഇവനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവൻ ആള് വെറും ക്രിമിനലാണ്. ഒരു കാര്യം മനസ്സിലാക്കിയോ? ഇനി ഒന്നും പറയണ്ട. നീ ഇതുവരെ കളിച്ച കളിയല്ലേ ഇത്? അമ്പിളിക്കുട്ടാ, നീ മനസ്സിലാക്ക്. സ്ഥാനം പോയി, ഇവിടെ മെമ്പർ സ്ഥാനം പോണത് എല്ലാം പോയി. നടക്കാത്ത കാര്യം. സാറേ, രാജ്യദ്രോഹ കുറ്റമാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. ആരാണ് രാജ്യദ്രോഹ കുറ്റം? മതി, മതി, മതി. ഈ കളിയാണ് നീ സൂക്ഷിച്ചോ. ഒരു കളിയില്ല. സാറ് തീരുമാനിക്കും. നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. നമുക്ക് വിശദമായ തർക്കവും വിശദമായ ചോദ്യം ചെയ്യലും ഒക്കെ സ്റ്റേഷനിൽ ചെന്നിട്ടാകാം. ആ, മതി, അത് മതി. അത് correct ആ സാറേ. അത് മതി സാറേ. Correct, മതി, very മതി. good, very good അത് സാറേ. മതി. എല്ലാത്തിനും കൊണ്ടുപോ, എല്ലാത്തിനും കൊണ്ടുപോ. ഓക്കെ, ഓക്കെ. എന്താണ് ആദ്യം സാറാണ് കള്ളയെന്ന്? നമ്മൾ വരുന്നില്ലേ? നമ്മളും കൂടെ വന്നാട്ടെ. ഞാനെന്തിനാണ്? അത് വേണം. അളിയൻ വാ, വാ. അല്ല, തർക്കമുള്ള സ്ഥിതിക്ക് വാ. എല്ലാവരും ഒന്നിച്ചങ്ങോട്ട് പോവാം. വിഷു നമുക്ക് അവിടെ ആഘോഷിക്കാം. ഇതാ. വാ, വാ. ആ വേണം. സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ അറിയാം കേട്ടാ ആരാണെന്ന്. വാ, വെക്ക്. ഇനി അമ്മാവന്റെ കോറി നീ വാ. നീ Alien versus Alien.